Kenza is the largest steel manufacturing unit with more than 1,000 crore turnover, and we have 1,000 employees working with us. അമ്മ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ ഒരു ഹോം തുടങ്ങിയാൽ ഞാൻ അവിടെ വരാം. അപ്പം ഞാൻ അന്നേരം ആലോചിച്ചു, എല്ലാവരും ഓൾഡ് ഏജ് ഹോം എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റിഗ്മയാണ്. അപ്പോൾ എന്ത് ദുരിതം അനുഭവിച്ചിട്ടാണ് ഈ ഒരു ലേഡി അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വന്നത്? എന്തായിരിക്കും ഞാൻ പോയി കഴിഞ്ഞിട്ട് ആ വീട്ടിൽ നടക്കുന്നതെന്ന് ഞാനൊന്ന് ചിന്തിച്ചു. ടുഡേ വി ആർ 150 beds. We just opened our third center. We are looking at a team size of 100 people plus to take care of these people. And it has been a very interesting journey. ബാധ്യതകൾ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് വന്നപ്പോൾ പെണ്ണുങ്ങളൊക്കെ തുടങ്ങിയാൽ ഇത്രേ ഉണ്ടാവുള്ളൂ കച്ചവടം, ഇതിന് മേലെയൊന്നും നിങ്ങൾ പോവില്ല എന്ന് ഞങ്ങൾക്കറിയാം. എത്ര വരെ നിങ്ങൾ പറക്കും, അതിന് മുന്നേ ഞങ്ങൾ ഇതാവും എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരുപാട് വേർഡ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങളുടെ കസ്റ്റമറിൽ നരേന്ദ്രമോദി സാറിന് വരെ ഞങ്ങൾ സപ്ലൈ ഉണ്ട്. അതുപോലെ തന്നെ മോഹൻലാൽ സാറൊക്കെ ഞങ്ങളുടെ ചുട്ടടയുടെ ഫേവററ്റ് ഫാനാണ്. ഈ ഒരു സെഷൻ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാപ്ഷനാണ്. ഇഫ് യു നോട്ടിസ്ഡ്, സ്കെയിലിംഗ് അപ്പ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് അതിൽ 3 ഭാഗമായിട്ടാണ്: ട്രയൽസ്, ട്രയംസ് ആൻഡ് ടേക്ക് അവേസ്. സോ ഓവർ ദ നെക്സ്റ്റ് 30-35 മിനിറ്റ്സ് ഈ 3 ആസ്പെക്റ്റും ഞങ്ങൾ എല്ലാവരും വളരെ ബ്രീഫായിട്ടൊന്ന് കവർ ചെയ്യാൻ നോക്കാം. ആൻഡ് ദി സെലക്ഷൻ ഓഫ് ദ പാനൽ ഇസ് ഓൾസോ വണ്ടർഫുൾ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 വേർട്ടിക്കൽസ് എന്നുള്ള സ്പീക്കേഴ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ മീ ടു ബി ഷെയറിംഗ് ദ സ്റ്റേജ് വിത്ത് ഓൾ ഓഫ് യു. സോ നമുക്ക് ആദ്യത്തെ ഒരു 10 മിനിറ്റ് കൊണ്ടൊന്ന് ക്വിക്കായിട്ട്, സോ ഓരോരുത്തരും ഒരു 2-3 മിനിറ്റ് എടുത്തിട്ട് നിങ്ങളെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇൻ യുവർ ഓൺ വേ. നിങ്ങളുടെ ഒരു സ്ഥാപനം എന്താണെന്നുള്ളതും നിങ്ങൾ എങ്ങനെ ഈ ഒരു ഓർഗനൈസേഷനിലേക്ക് വന്നു. യു ആർ എ സെക്കൻഡ് ജനറേഷൻ ഓൺട്രപ്രണർ. ഡോക്ടർ സാറ ആൻഡ് അലവശ്രീ മാഡം, നിങ്ങൾ തുടങ്ങിയ എൻറ്റിറ്റീസാണ്. എന്താണ് അതിൻ്റെ ഒരു സ്റ്റോറി ഓഫ് യുവർ ഓർഗനൈസേഷൻ എന്നുള്ളത് ഇൻ യുവർ ഓൺ വേർഡ്സ്? ഓവർ ടു യു, ഷാദ്. Hello, good morning all. And my name is Shahid Moideen, CEO of Kenza TMT Steel Bars. കേരളത്തിലെ ഒരു ഫാസ്റ്റ് ഗ്രോയിങ് TMT സ്റ്റീൽ ബ്രാൻഡിൻ്റെ CEO ആണ് ഞാൻ. സോ വി സ്റ്റാർട്ടഡ് ആസ് എ സ്മോൾ സ്റ്റീൽ ട്രേഡിംഗ് യൂണിറ്റ് ബാക്ക് ഇൻ 1991. എൻ്റെ ഫാദർ തുടങ്ങിയ ഒരു ചെറിയ സ്റ്റീൽ വ്യവസായ സ്ഥാപനമായിരുന്നു കെൻസ. കോഴിക്കോട് ആസ്ഥാനമായിട്ട് തുടങ്ങിയതായിരുന്നു. അപ്പോൾ അത് വഴി 2000 ഒരു സ്റ്റീൽ മാനുഫാക്ചറിങ് യൂണിറ്റ് രൂപീകരിക്കുകയും, അതായത് മാർക്കറ്റിലുണ്ടായ എക്സ്പാൻഷൻസും അതേപോലെ മാർക്കറ്റ് സ്റ്റഡീൻ്റെ അടിസ്ഥാനത്തിലും സ്റ്റീൽ മാനുഫാക്ചറിങ് യൂണിറ്റ് 2000 ഇടുകയും, അതുപോലെ തന്നെ 2012 കേരളത്തിലെ മറ്റ് ജില്ലകളിലും മാനുഫാക്ചറിങ് യൂണിറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. 2012 ശേഷമാണ് ഞാൻ ബിസിനസ്സിലേക്ക് വരുന്നത്. എൻ്റെ പഠനം കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. 2012 ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു വരുന്ന സമയത്ത്. അതായത് ഒരു ഫാമിലി ബിസിനസ്സിൽ സെക്കൻഡ് ജനറേഷൻ ഫസ്റ്റ് പേഴ്സൺ ടു കം ഇൻ ടു ബിസിനസ്. അപ്പം എങ്ങനെയാണ് ഞാൻ ആ ബിസിനസ്സിലേക്ക് കോപ്പപ്പ് ആവുക, അതായത് ഫാമിലി ബിസിനസ്സിന് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം തിരിച്ചറിഞ്ഞ് വേർ ഇസ് മൈ സ്പേസ്, വാട്ട് ഇസ് മൈ സ്പേസ് എന്ന് തിരിച്ചറിയുന്നൊരു സമയമായിരുന്നു. സോ ഇറ്റ് വാസ് എ ടൈം ഫോർ സ്കെയിലിംഗ് അപ്പ്, അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ്റെ സമയമായിരുന്നു. ബിക്കോസ് എക്സ്പാൻഷൻ നിർബന്ധമായൊരവസ്ഥ എന്ന് പറയാം. ബിക്കോസ് ഇറ്റ് വാസ് ദ സേക്ക് ഓഫ് സർവൈവൽ. മാർക്കറ്റിൽ സർവൈവ് ചെയ്യണമെങ്കിൽ സ്കെയിലിംഗ് അപ്പ് വാസ് മാൻഡേറ്ററി അറ്റ് ദാറ്റ് ടൈം. അങ്ങനെ 2012 എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് സ്റ്റീലിൽ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയിലെ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് എങ്ങനെ കൊണ്ടുവരാം. ഇന്ന് കേരളത്തിൽ, അതായത് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പഠിച്ചത് ദുബായിൽ നിന്നാണ്. കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് കഴിഞ്ഞത്. അപ്പോൾ എങ്ങനെ ഞാൻ ഈ പഠിച്ച നോളജെല്ലാം വെച്ചിട്ട് എനിക്ക് ഏത് രീതിയിൽ എൻ്റെ കമ്പനിയിൽ ഏറ്റവും ഗുണപ്രദമായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരാം എന്നുള്ളത്. സോ ഐ ട്രാവൽ ടു ജർമ്മനി. ജർമ്മൻ മെഷീൻസ് ആണ് ഏറ്റവും കൂടുതൽ ഈ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ നന്നായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഐ വാണ്ടഡ് എ പ്രൊഡക്റ്റ് which is much advanced in every aspect for my state. അപ്പോൾ എൻ്റെ നാട്ടിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി ഉപയോഗിച്ചൊരു പ്രൊഡക്റ്റ് ആയിരിക്കണം വേണ്ടത് എന്നുള്ളൊരു ആവശ്യത്തിലാണ് അങ്ങനെ ഒരു എക്സ്പാൻഷൻ ചിന്തിച്ചത്. 2012 ഫാക്ടറി എക്സ്പാൻഷൻ, 2018 മറ്റൊരു ഫാക്ടറികൾ ഏറ്റെടുക്കുകയും, അതുപോലെ തന്നെ 2022 ഈ എക്സ്പാൻഷന് കൂടെ ചേർന്ന് പറയുന്ന ഒരു കാര്യമാണ് ബ്രാൻഡ് വിസിബിലിറ്റി. അങ്ങനെ 2022 പത്മശ്രീ ഭരത് മമ്മൂക്ക നമ്മളെ ബ്രാൻഡ് അംബാസഡറായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തു. സോ സ്റ്റിൽ ഹീസ് ആ ബ്രാൻഡ് അംബാസഡർ. ആൻഡ് 2025 ഇന്ന് നിൽക്കുമ്പം Kenza is the largest steel manufacturing unit with more than 1,000 crore turnover, and we have 1,000 employees working with us.
സോ ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് വളരെ ചുരുങ്ങിയ സമയമാണെങ്കിലും വളരെ പ്ലാനിങ്ങോടുകൂടി സിസ്റ്റമിലോടുകൂടി കൊണ്ടുപോകാൻ കേരളത്തിൽ നിന്ന് കെൻസയ്ക്ക് ആ ഒരു സ്ഥാപനം എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കെൻസയുടെ ഡീലർ നെറ്റ്വർക്ക്, അതായത് ഞങ്ങൾ എന്നും എടുത്തു പറയും ഞങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഞങ്ങളൊരു സപ്ലയേഴ്സ് ആയിട്ട് മാത്രമല്ല കാണുക, അവരെ ഗ്രോത്തിൻ്റെ അവരുടെ വലുപ്പത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവരെ വളർച്ചയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മളെ കാണുക. സോ ദാറ്റ്സ് അസ് കെൻസ. അപ്പോൾ ഇന്ന് കേരളത്തിനെ ഷേപ്പ് ചെയ്യുന്ന ഒരു നിർമ്മാണ മേഖലയിലുള്ള ഒരു പ്രൊഡക്റ്റായി മാറി. സോ വി ആർ പാർട്ട് ഓഫ് ഡെവലപ്പിംഗ് കേരള. ഐ മീൻ വെരി ഹാപ്പി ഫോർ ദാറ്റ്. താങ്ക് യു. എക്സലൻറ്റ്. താങ്ക് യു ഷാദ്. Over to you, Dr. Saru. Hello everyone. Namaskaram. I think I'm a accidental entrepreneur. I grew up watching the other side of business, where my father, who was also an engineer, anna 70s le Gulfi poya oru, we are a family where my mother was a nurse, my father was an engineer. Gulf dream, they went abroad, but he also started a business. But his business failed badly, and I saw the other side of business, and I decided growing up തന്നെ business എന്നുള്ളൊരു മോശം വാക്കാണ്. And business, it is regular salary വാങ്ങിച്ച് എംപ്ലോയി ആയിട്ട് കഴിയാനുള്ള ഒരു സ്വപ്നം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. But my mother was diagnosed with cancer when I completed my MBBS, and I had to take care of her ഒരു കുറച്ച് നാൾ. അതുകൊണ്ട് സാധാരണ എല്ലാവരും പി ജിക്ക് പോകും, ഞാൻ I kept it aside. സോ ഈ ഒരു ജേർണിയിൽ ഞാൻ ഫൈനലി പി ജി ചെയ്തു. ഇനീഷ്യലി ഞാനൊരു ചെറിയ ബ്രേക്ക്, ഡോക്ടേഴ്സ് ബ്രേക്ക് എടുക്കുമ്പോൾ I always say when doctors take a break, it means we are not going to sit and watch Netflix at home. Doctors, when we take a break, you're talking about 12 or 15-hour schedules. I took out a part-time job as a consultant in an early cancer detection center. Idhe samayat I also took a course in palliative care, and I started going house to house, seeing the plight of people, and I realized these are all families like mine. എൻ്റെ മദർ കടന്നുപോയ സെയിം സിറ്റുവേഷൻ അനുഭവിക്കുന്ന ഒത്തിരി ഫാമിലീസ് ഉണ്ട്. അപ്പോൾ അതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടാണ് ഞാൻ തുടങ്ങിയത്. 2018 10 ബെഡ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു ഓൾഡർ ആൾക്കാർ അനുഭവിക്കുന്ന പ്രോബ്ലംസ് ആർ നോട്ട് റിയലി ഹൈലൈറ്റഡ് ഇൻ ദ സൊസൈറ്റി ബിക്കോസ് വി ആർ നോട്ട് അവെയർ. ഐ വെൻറ്റ് ടു എ ഹൗസ്, ദർ വാസ് എ ലേഡി ഹു വാസ് ബെഡ് റിഡൻ. ഷി ഹാഡ് എ കാത്തീറ്റർ എന്ന് പറഞ്ഞാൽ യൂറിൻ എടുക്കുന്ന ട്യൂബ്, അതിൽ ഇറ്റ് ഈസ് ബ്രൗൺ ഇൻ കളർ, ചെളി പിടിച്ച് കിടക്കുകയാണ്. ഒരു ഹോം നേഴ്സ് ഇസ് ദെയർ along with her, and I told the home nurse, ഞാൻ ക്ലാസ് എടുത്തു കൊടുത്തു എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത്, ഇത് എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അടുത്ത ആഴ്ച ഞാൻ അതേ വീട്ടിൽ വന്ന് റിവ്യൂ ചെയ്തപ്പോഴത്തേക്ക് അതേ അവസ്ഥ. അപ്പം ഞാൻ മോളെ വിളിച്ചു, ഗൾഫിലൊരു നേഴ്സാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആ മോൾ എന്നോടൊരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഞങ്ങൾ ഈ ലേഡി ഡിപ്പെൻഡൻ്റ് ആണ്. ഞാൻ നാട്ടിൽ തിരിച്ചു വന്നാൽ എനിക്ക് ഈ ഹോം നേഴ്സിന് കിട്ടുന്ന ശമ്പളം പോലും എനിക്ക് കിട്ടത്തില്ല. സോ വി ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ദിസ് ലേഡി, ആൻഡ് അവരെന്ത് ചെയ്യുന്നോ അത് തൽക്കാലം ഞങ്ങൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ആൻഡ് ഈ അമ്മ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ ഒരു ഹോം തുടങ്ങിയാൽ ഞാൻ അവിടെ വരാം. അപ്പം ഞാൻ അന്നേരം ആലോചിച്ചു, എല്ലാവരും ഓൾഡ് ഏജ് ഹോം എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റിഗ്മയാണ്. അപ്പോൾ എന്ത് ദുരിതം അനുഭവിച്ചിട്ടാണ് ഈ ഒരു ലേഡി അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വന്നു. എന്തായിരിക്കും ഞാൻ പോയി കഴിഞ്ഞിട്ട് ആ വീട്ടിൽ നടക്കുന്നതെന്ന് ഞാനൊന്ന് ചിന്തിച്ചു. ആൻഡ് മൈ ഹസ്ബൻഡ് ഇസ് എൻ IT പ്രൊഫഷണൽ. ഞങ്ങളൊരു ഡിസിഷൻ, ഐ ജസ്റ്റ് ആസ്ക്ഡ്, ഐ സെഡ്, നമുക്ക് 10 പേരെ നോക്കിക്കൂടെ? വി ക്യാൻ ടേക്ക് കെയർ ഓഫ് 10 പീപ്പിൾ. 10 പേരെങ്കിൽ 10 പേര്, നമ്മുടെ മനസാക്ഷിക്കൊത്തവണ്ണം നമുക്ക് 10 പേർക്കെങ്കിലും ലെറ്റ് us ടേക്ക് കെയർ ഓഫ് 10 പീപ്പിൾ. അങ്ങനെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ക്യാൻ കെയർ ഫൗണ്ടേഷൻ. ഇൻ 2018 10 ബെഡ് ഒരു വീടെടുത്ത് 10 ബെഡ്സ് വെച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. 2020 COVID, when it hit, the need for such services started going up. I had one bed, one year കൊണ്ട് 10 ബെഡ് ഫില്ലായി. സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് I took another 15-bedded facility, 25 beds at time of COVID, and during COVID the demand just went up. ഞങ്ങളുടെ my office, my storage room എല്ലാം മാറ്റി we were accommodating patients. So COVID കഴിഞ്ഞിട്ട് I needed to go from 25 beds to 50 beds. And that time I needed capital.
ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഫൗണ്ടേഷനും ചാരിറ്റബിൾ ട്രസ്റ്റിനൊന്നും അവർ ലോൺ തരത്തില്ല. ഒരു ബാങ്ക് മാനേജർ അന്ന് എന്നോട് പറഞ്ഞു, മാഡം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യുക, ഈവൻ ദോ യു ഡോണ്ട് ഹാവ് 2 years ഓഫ് IT returns, I will give you a loan. Because he saw that we were doing something good, and I really want to appreciate people like that who have come and helped me. And at that time is when I actually started so-called this business, and I didn't know what to do. But today we are 150 beds. We've just opened our 3rd center. We are looking at a team size of 100 people plus to take care of these people. And it has been a very interesting journey. It has been I feel there are actually 3 parts to any business. One is there has to be a need. What is the need or what is the problem that the customer is facing? Second, we must have a solution. And thirdly, I think the difference between a charitable trust and a business is simply that where is the money coming from? Are people willing to pay more than the price that we are using to serve this problem? Are people willing to pay more? That is the 3 questions which I think every business must ask. So thank you, Dhanam. Thank you especially to Maria for this opportunity. Wonderful. Another inspiring story. Over to you, Madam. Lavishri Madam. നമസ്കാരം. ഞാൻ ഇളവരശി പി ജയകാന്ത്. തമിഴ്നാടാണ് എൻ്റെ നാട്. മധുരൈ ഉസിലമ്പട്ടിയാണ്. അവിടെ നിന്നാണ് ഞാൻ തൃശ്ശൂർ വന്നിട്ട് മിച്ചർ, കൊക്കുവട, കൊള്ളി വറുത്തതും അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വാല്യൂ അഡീഷൻ പ്രൊഡക്റ്റുകളാണ് എൻ്റെ പ്രൊഡക്റ്റുകൾ. ഞാനിവിടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയും പുത്തമ്പള്ളിയുടെ അവിടെയും അങ്ങനെ ഒരു 6 ഔട്ട്ലെറ്റുകൾ ഇവിടെ തൃശ്ശൂർ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഈ അയ്യന്തോളാണ് എൻ്റെ അച്ഛൻ തലയിൽ ചുമന്ന് നടന്നിട്ട് ഈ ചാവക്കാടും ഗുരുവായൂരൊക്കെ നടന്നു പോയി വിറ്റ് മുറുക്കൊക്കെ വിറ്റിട്ടാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത്. അത് കണ്ടു വളർന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനും ബിസിനസ് തുടങ്ങിയതാണ്. അതേ ബിസിനസ്സാണ്. പക്ഷെ ഞാൻ കുറച്ചൊന്ന് വ്യത്യസ്തപ്പെടുത്തി. അച്ഛൻ മുറുക്കുണ്ടാക്കി, ഞാനും അതുതന്നെ ഉണ്ടാക്കി. പക്ഷേ ഞാൻ ഈ വേറിട്ട ഐറ്റംസ്, അതായത് കടച്ചക്ക വറുത്തത്, ചേന, ചേമ്പ്, അങ്ങനെയുള്ള ആരൊക്കെ ചെയ്യാത്ത കൂർക്കൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കൊണ്ട് ഞാൻ ചിപ്സുകൾ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ എന്താ പറയുക, കേരളത്തിലെ ഏറ്റവും നല്ല സംരംഭകയാണ്, ഇന്ത്യയിലെ ഏറ്റവും നല്ല സംരംഭകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്വിറ്റ്സർലാൻഡ് ഗവൺമെൻറ്റിൻ്റെ ഓൾ ഇന്ത്യ വുമൺ എൻ്റർപ്രണർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ പ്രൊഡക്റ്റ് കൊണ്ട് മാത്രമാണ്. ഇന്ന് എന്നെ പിടിച്ചിരുത്തിയേക്കണത് എന്താണെന്ന് വെച്ചെങ്കിൽ ഈ പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കി നല്ല കച്ചവടക്കാരിയായി. ആ കച്ചവടത്തിൽ ഞാൻ എങ്ങനെയൊക്കെ നഷ്ടം വന്നു, അതുപോലെ തന്നെ 0 ലെവലിൽ നിന്ന് എങ്ങനെ ഇന്ന് ഈ ഇരിക്കുന്ന കസേരയിലേക്ക് എത്താൻ പറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു. താങ്ക് യു. ഇപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യം അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇളവരശി മാഡം പറഞ്ഞ പോലെ എങ്ങനെയാണ് ഒരു സംരംഭം, അതും വളരെ നീഷായിട്ടുള്ളൊരു മാർക്കറ്റ്. മുറുക്കെന്ന് പറയുമ്പോൾ ഐം ഷുവർ നമ്മളിവിടെയുള്ള എല്ലാവരും റൂമിലുള്ളവർ കസ്റ്റമേഴ്സാണ്. വൺ വേ ഓർ അതർ നമ്മൾ മാഡത്തിൻ്റെ മുറുക്ക് എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടാവും, ചിപ്സ് എപ്പോഴെങ്കിലും ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ തുടങ്ങിയ ആ ഒരു സ്റ്റേജിൽ, അപ്പോൾ നമ്മുടെ റൗണ്ട് 1 നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എടുക്കാം. ട്രയൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെ ഓബ്സ്റ്റക്കിൾസ്, എന്തൊക്കെ ഹേർഡിൽസ്, എന്തെല്ലാം ഓവർകം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു എൻ്റർപ്രൈസ് തുടങ്ങാൻ പറ്റിയത്, ആൻഡ് അതിൽ ഫേസ് ചെയ്തിട്ടുള്ളത്, ആ ബുദ്ധിമുട്ടുകൾ ഓവർകം ചെയ്യാനായിട്ട് ചെയ്തതും കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ പറ്റിയാൽ വളരെ സന്തോഷം. അതായത് ഞാൻ 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അദ്ദേഹത്തിനും പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്കും ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ ഞങ്ങളുടെ മുമ്പിൽ ഈ മുറുക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ശരിക്കും ഉപജീവന മാർഗം എന്നുള്ള രീതിയിലാണ് ഞാനും തുടങ്ങിയത്. അങ്ങനെ തൃശ്ശൂർ കിഴക്കേക്കോട്ടയിലുള്ള ചെറിയ ചെറിയ കടകളിലും അതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ സപ്ലൈ തുടങ്ങി. അങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഞാൻ അടിയെടുത്ത് വെച്ചപ്പോഴാണ് ഈ നമുക്ക് എന്തൊക്കെ വേണം, GST വേണം, അങ്ങനെ വേണം, എല്ലാം അങ്ങനെയുള്ള കുറേ പാക്കേജിങ്ങുകൾ, ബ്രാൻഡിങ് എങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള കുറേ വിഷയങ്ങളൊക്കെ വന്നത് ആ സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ലെവലിൽ നിന്ന് ചിന്തിച്ചപ്പോഴാണ് വന്നത്. തൃശ്ശൂർ ഏറ്റവും വലിയൊരു സൂപ്പർ മാർക്കറ്റായിരുന്നു സിറ്റി സെൻറ്റർ. അവിടെയൊക്കെ ഈ അറ്റം തൊട്ട് അറ്റം വരെ നിൽക്കണം ക്യൂവിൽ ഒരു ഓർഡർ കിട്ടിയാൽ. പക്ഷെ അവിടെ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഏത് ഷോപ്പിൽ കയറുമ്പോഴും പറയും, ആ സിറ്റി സെൻറ്ററിൽ കൊടുക്കണ്ടല്ലേ, കുഴപ്പമില്ല ഞങ്ങളുടെ അവിടെയും വെച്ചോ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ശരിക്കും ഏറ്റവും ഫസ്റ്റ് സപ്പോർട്ട് ചെയ്തത് DIC ആണ്. എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അവിടെ ഒരു ലോണൊക്കെ എടുത്തിട്ട് ഞാൻ അടുപ്പൊക്കെ കൂട്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു ലെവലെത്തി ഒരു ബിസിനസ്സിൽ. പിന്നെ ഇങ്ങനെ കടകളൊക്കെ കണ്ടതിൻ്റെ ഭാഗമായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. അതിൽ കുറച്ച് വെച്ചെങ്കിൽ ഒരു 83 ലക്ഷം രൂപ കളവ് പോയി എൻ്റെ വീട്ടിൽ നിന്ന്. അങ്ങനെ പല ഭാഗങ്ങളുടെ ഭാഗമായിട്ടും ഞാൻ ഒരു രോഗിയായി തീർന്ന്
ഒരു കിടന്ന് കിടപ്പായി. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് രണ്ടാമത് മണ്ണുത്തി ബൈപ്പാസിൽ തട്ടുകടയൊക്കെ തുടങ്ങി. അതായത് എനിക്ക് ഈ പണിയോട് ഭയങ്കര വിശ്വാസമാണ്, പ്രത്യേകിച്ച് എൻ്റെ പ്രൊഡക്റ്റിനോട്. ആ വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇന്നിരിക്കുന്ന ലെവലിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ തൃശ്ശൂർ റെയിൽവേയുടെ അവിടെ കടയിട്ടു. അങ്ങനെയൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് എന്താ പറയുക, ഒരു പെണ്ണായി എൻ്റെ പേരിൽ സത്യത്തിൽ ഒരുപാട് അഭിമാനമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ വിശ്വസിക്കാനും, ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ അവർ വിശ്വാസപൂർവ്വം അതെടുത്ത് കഴിക്കാനും തയ്യാറാണ് ഫുഡ് പ്രൊഡക്റ്റിൻ്റെ പേരിൽ. അത് കാരണമാണ് കൂടുതൽ കയറി വരാൻ കാരണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ബാധ്യതകൾ, പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് വന്നപ്പോൾ പെണ്ണുങ്ങളൊക്കെ തുടങ്ങിയാൽ ഇത്രേ ഉണ്ടാവുള്ളൂ കച്ചവടം, ഇതിന് മേലെയൊന്നും നിങ്ങൾ പോവില്ല എന്ന് ഞങ്ങൾക്കറിയാം, എത്ര വരെ നിങ്ങൾ പറക്കും, അതിന് മുന്നേ ഞങ്ങൾ ഇതാവും എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരുപാട് വേർഡ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് ദൈവം എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ വളർത്താനും സപ്പോർട്ട് ചെയ്യാനും എന്താ പറയുക, ഈ ഇരിക്കുന്ന ലെവലിലേക്ക് എത്താനും സാധിച്ചിട്ടുണ്ട്. അതിനേക്കാൾ വെച്ചെങ്കിൽ ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ നമ്മൾ അതുപോലെ സോഷ്യൽ മീഡിയ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, യൂട്യൂബും. അതുപോലെ ഇന്നിപ്പോൾ ഞങ്ങളുടെ കസ്റ്റമറിൽ നരേന്ദ്രമോദി സാറിന് വരെ ഞങ്ങൾ സപ്ലൈ ഉണ്ട്. അതുപോലെ തന്നെ മോഹൻലാൽ സാറൊക്കെ ഞങ്ങളുടെ ചുട്ടടയുടെ ഫേവററ്റ് ഫാനാണ്. അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഒരുപാട് പേരിലേക്ക് എത്താനും, ഞങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ഈ ഹെൽത്തി വൈസും അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മോഡലിലൊക്കെ അന്ന് തൊട്ട് ഇന്ന് 140 സ്റ്റാഫിലെത്തുമ്പോഴും നമ്മൾ അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും തയ്യാറായുള്ളത് കൊണ്ടാണ് നമ്മൾ വളരാൻ പറ്റണതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇമ്പോർട്ടൻസ് ഓഫ് ക്വാളിറ്റി എന്നുള്ളതാണ് ശരിക്കും മാഡം സ്ട്രെസ് ചെയ്തുള്ള ഒരു മേജർ പോയിന്റ്. ഓവർ ടു യു ഡോക്ടർ സാറ. ഒരു വൺ ഒബ്സ്റ്റക്കിൾ വിച്ച് യു ഹാവ് ഫേസ്ഡ്, ഈ ഒരു ട്രസ്റ്റായിട്ട് ഫോം ചെയ്തു ആൻഡ് അതിൽ നിന്നൊരു കമ്പനിയിലേക്ക് ട്രാൻസിഷൻ ചെയ്യുമ്പോൾ ലീഗൽ എൻറ്റിറ്റി ഫോർമേഷനിലും ലോണിലും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. യു ഓൾറെഡി സ്പോക്ക് അബൌട്ട് ദാറ്റ്. ബട്ട് ഓവർ ആൻഡ് അബവ് ദാറ്റ് പ്രോബബ്ലി ഒരു ക്വാളിറ്റി ട്രെയിൻ സ്റ്റാഫ് വുഡ് ബി ദ റിയൽ ചാലഞ്ച് അല്ല ഇങ്ങനൊരു എൻറ്റിറ്റിയിൽ. അതിനെക്കുറിച്ച് എന്തായിരിക്കും മാഡത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്? I think for me, my biggest challenge was internal. There's an internal challenge or an internal battle that you go through on a daily basis. I don't know whether it is common for everyone, but for me, my trial was more internal than external. I questioned every day whether this will work. See, on 5th we pay salaries. On 4th I have panic attacks. Because I don't know, I'm from a medical background, so I don't know the difference between a P&L statement and a balance sheet. I don't know cash flow statements. I don't understand business terminologies. So my trials were more from lack of knowledge about what I was doing. My major challenge was an internal conflict with being a business owner versus being an employee. So because I come from an employee mindset, I was doing everything in the business. From, marketing, I would handle the inquiries to do the invoicing. So I kind of did everything. And that was the biggest learning for me, to actually build a team, train people, delegate effectively, and not micromanage. So because we are used to working 12 to 18 hours a day, we tend to micromanage, and that was my biggest challenge. An internal challenge. External challenges, well, if I have to say it, I would say from registration. Just to be aware, there is no category for registration of our business. Do you know that? In Kerala, till today, we are still only charitable trusts have a registration category. We don't even have a registration category. So I have registered now under the paramedical services. So from registration to to getting licenses, to actually functioning on a daily basis, the challenges are, now for example, team. Do you know the attrition we have? Because the opportunities abroad are immense. Every month there is like 10 to 15 resignations on an average. They are not going because the institution is bad. They are going because there are better opportunities abroad. So what we have done right now is we have created a training program, a curriculum where internally we train. Then we are certified with Skill India, and we are actually creating a pool internally where
we have extra staff on board so that at any given time, if people leave, we also have people on standby. And we have processes, SOPs, and I have hired a person internally, a trained nurse, just to do the trainings. Every week we ensure that training happens. So regarding, I think the trials has been more people management, because ours is a highly people intensive service business. It's not retail. So service industry, to maintain that quality is extremely hard. It is still challenging. There are, of course, complaints. I keep saying, we deal with complaints now on a daily basis, because it's a matter of, they're elderly people. They are, first of all, they're upset. And they can only take their frustration on us, and they've paid us for it. So we are the dumping ground for all their frustrations. But in this journey, one of my greatest belief system is that there are if you have a desire to see that, see, my father is today a resident at one of my centers. And when I started the center, he's a very independent person, so he does not like to be, bound by, and that too, we are 3 girls. So he doesn't want to come and stay with any of us. So I went last week to a conference in Bangalore and met a Marwadi businessman, and he was telling me the same thing. He said they are 3 brothers. So every month there is a fight at home with whichever brother the father is staying with, and his father started the business. So he's a very independent person. He'll fight with one brother, go to the next house, and the father said, put me in an old age home. I want my independence. Put me somewhere where I don't have to listen to all 3 of you. So there is also a growing concern among the elderly for their independence. And this was started for people like me, who want to see that if you want to give good care to your parents, yes, there is a place. That was the premise on which we started. So our trials were from the stigma of old age home. The stigma is there, very much there even today, to internal battles, to external from the government. I want to be open. Last week I got a call from, let's not put names, but I got a call from a friendly neighbor in the government who said, "Ningale pottikkan enikkariyam." And that's a language. And I said, see, sir, I understand that you are from the government. I understand that you have the right to close down my institution. But I would like to have a written notice, and what are the terms on which you are going to close me down? What law have I violated? And what is it that I have done that you are demanding this? So I feel the language has to change. So if somebody like me has to face that, I talked to one of my friends yesterday running, she runs a center, it is related to something else, I don't want to give the details, but she had the same experience. So I don't think that all of us who are here and trying to do something have the support that we need from the government. As much as the minister claims, our experience has been slightly different. And I think that ecosystem has to be created where people like me can safely run a business. Excellent point there. Shahid, over to you. Shahid, your journey, the obstacles which you may have faced may have been very different, because 2 women entrepreneurs, first generation, not having the business orientation, and they have had to fight the system. You would also have had to fight the system, but in a different way, in a different format. Probably, the kind of challenges you faced could be very different. So, Shahidinte കാഴ്ചപ്പാടിൽ, what are some of the obstacles which you faced, and what are the steps which you and the group have taken to overcome? എന്നെ സംബന്ധിച്ച് ഞാനൊരു ഓടിക്കൊണ്ട് നിൽക്കുന്ന ബിസിനസ്സിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. സോ ഐ വാസ്, അതായത് ഞാൻ 91 തുടങ്ങി 2012 ഞാൻ ആ ബിസിനസ്സിൻ്റെ ഭാഗമാകുന്നത്. സോ ഇറ്റ് വാസ് മോർ ലൈക്ക് ഒരു ട്രാൻസിഷനുള്ള, അല്ലെങ്കിൽ ആ സെക്കൻഡ് ജനറേഷൻ്റെ ഒരു ഇമ്പാക്റ്റ് വരുമ്പോഴുണ്ടാകുന്ന, സാധാരണ ഫാമിലി ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഫസ്റ്റ് വൺ വാസ് ലൈക്ക്, വാട്ട് വാസ് മൈ റോൾ ദെയർ, വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഹിയർ, ഈസ് ഇറ്റ് ദ സെയിം തിങ്, അവർ വർഷങ്ങളായി ചെയ്ത് അതേ കാര്യം തന്നെയാണോ ഞാൻ ചേഞ്ച് ചെയ്തത്? അപ്പോൾ ഐ വാസ് പ്രിറ്റി കൺഫ്യൂസ്, ലൈക്ക് വാട്ട് ഐ ഷുഡ് ഹാവ് ഡൺ. അത് എനിക്കൊരു, ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞ് ആദ്യം വർക്ക് ചെയ്യുന്നത് എൻ്റെ കമ്പനിയിൽ തന്നെയാണ്. അപ്പോൾ വന്നപ്പം
അവിടെ ചെയർമാൻ്റെ മകനായതുകൊണ്ട് എനിക്ക് മറ്റൊരു വലിയ തസ്തികയൊന്നും തന്നിട്ടില്ല, ഒരു മാനേജർ റോൾ മാത്രമേ തന്നിട്ടുള്ളൂ. സോ ഐ ഹാവ് ടു പെർഫോം, ഐ ഹാവ് ടു ഷോ വാട്ട് ഐ ക്യാൻ ഡു എന്നുള്ളത്. സോ അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കമ്പനിയിലെ പ്രോബ്ലംസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ടീമിനെ ഞാൻ തന്നെ ബിൽഡ് ചെയ്ത്, ഞാൻ പഠിച്ച കാര്യങ്ങളുമൊക്കെ വെച്ച് ഒരു ടീമിനെ ബിൽഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഗ്രോത്ത് ചെയ്യാൻ പറ്റുക. പക്ഷേ സാർ ചോദിച്ച പോലെ ഒരു സ്റ്റീൽ ഇൻഡസ്ട്രി പോലത്തെ ഒരു ലാർജർ ഇൻഡസ്ട്രി, ഹൈലി ക്യാപിറ്റൽ ഇൻറ്റൻസ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് എപ്പോഴും ഏതൊരു എക്സ്പാൻഷനും അല്ലെങ്കിൽ എന്തൊരു ഗ്രോത്തും പ്ലാൻ ചെയ്യുമ്പം ക്യാപിറ്റൽ ഇസ് ദ മെയിൻ തിങ്. ഫണ്ടാണ് ഒരു മേജർ ഇഷ്യൂ. എങ്ങനെയാണ്, വാട്ട് ഇസ് ദ പ്ലാൻ ഓൺ ദാറ്റ് എന്നുള്ളത്. അത് മാത്രമല്ല, മോർ ദാൻ ദാറ്റ് ഈ റോ മെറ്റീരിയൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസ്, ബ്രിങ്ങിങ് അപ്പ് ടെക്നോളജി, അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ടീം ഈ ടെക്നോളജി ആയിട്ട് കോപ്പപ്പ് ചെയ്യുക എന്നുള്ളത്. അതായത് ഭയങ്കര ട്രഡീഷണൽ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സായിരുന്നു എൻ്റെത്. അതായത് കൺവെൻഷണൽ ബിസിനസ്സാണ് ഒരു സ്റ്റീൽ ബിസിനസ്, എസ്പെഷ്യലി അത് മാനുഫാക്ചറിങ്ങിലേക്കൊക്കെ വന്നതുകൊണ്ട്. സോ ഐ ഹാവ് ടു ഗോ ത്രൂ ലോട്ട് ഓഫ് ചാലഞ്ചസ്. അപ്പോൾ ആദ്യം എനിക്ക് എന്നെ പ്രൂവ് ചെയ്യേണ്ടത് എനിക്ക് ഇതിൽ എല്ലാം കേപ്പബിൾ ആവും എന്നുള്ളത് ഞാൻ ആദ്യം വിശ്വസിക്കണം. അതുപോലെ തന്നെ എൻ്റെ മാനേജ്മെൻറ്റിനെ വിശ്വസിപ്പിക്കണം, എൻ്റെ ടീമിനെ വിശ്വസിപ്പിക്കണം. അങ്ങനെ തുടക്കകാലങ്ങളിൽ ഞാൻ സെയിൽസിന് വെറും 3 പേര് വെച്ചിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ പോകും, റൂട്ടിൽ പോകും. കോഴിക്കോട് ചുറ്റുവട്ടത്തുള്ള ജില്ലകൾ മാത്രമേ കെൻസ തുടക്കത്തിൽ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ തിരുവനന്തപുരം, അതുപോലെ തന്നെ മറ്റെല്ലാ ജില്ലകളിലേക്കും ഇറങ്ങാൻ തുടങ്ങി. എല്ലാ ജില്ലകളും ഞാൻ തന്നെ ഡയറക്റ്റ്, അതായത് ഞാനപ്പം എൻ്റെ വിസിറ്റിംഗ് കാർഡ് സെയിൽസ് മാനേജർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വിസിറ്റിംഗ് കാർഡ് അടിക്കും. എന്നിട്ട് ഐ വോണ്ട് ടു നോ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദ മാർക്കറ്റ്. ഇന്ന് കാലം മാറി. ഇന്ന് 2025 നിൽക്കുമ്പോൾ ഐ മൈറ്റ് നോട്ട് ബി ഡൂയിങ് ദ സെയിം തിങ്. ബിക്കോസ് ഇന്ന് ഫീസിബിലിറ്റി സ്റ്റഡി നടത്താൻ ഒരുപാട് കൺസൾട്ടൻസി ഉണ്ട്, ഒരുപാട് ഏജൻസികളുണ്ട്. സോ ഐ വോണ്ടഡ് ടു ലേൺ ദ മാർക്കറ്റ്, ഐ വോണ്ട് ടു നോ വാട്ട് ഇസ് ഹാപ്പനിങ് അറൗണ്ട്, ആൻഡ് ഐ വോണ്ട് ടു implement things which could help the brand to grow. അപ്പോൾ ആ രീതിയിലാവുമ്പോൾ ഐ മൈറ്റ് ബി വെരി ഷുവർ ഓഫ് വാട്ട് മേക്സ് കെൻസ ഡിഫറെൻറ്റ് ഫ്രം അതർ ബ്രാൻഡ്സ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞ ചലഞ്ചുകളെല്ലാം ഓവർകം ചെയ്ത് ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത്, പിന്നെ എസ്പെഷ്യലി ഏതൊരു എക്സ്പാൻഷൻ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇപ്പോൾ ഇവിടെ മാമൊക്കെ പറയണ്ടായി, ഇപ്പം ഒരുപാട് തുടക്കകാലത്തിലുള്ള ചലഞ്ചസ് ഒക്കെ എനിക്ക് എൻ്റെ മുന്നേ വന്ന ആൾക്കാർ ഫേസ് ചെയ്തതുകൊണ്ട് ഐ ഡിഡ്ന്റ് ഹാഡ് ദാറ്റ്. പക്ഷേ എൻ്റെ ഒരു ചലഞ്ചസ് വാസ് വെരി ഡിഫറെൻറ്റ്. എനിക്ക് ഒരു ഗ്രോത്ത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ കമ്പനി, ടു സേ ദ നമ്പേഴ്സ്, 2000 മെട്രിക് ടൺ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി 4000 മെട്രിക് ടണ്ണിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് 100% ഗ്രോത്ത്. അപ്പോൾ ഒരു 100% ഗ്രോത്ത് എന്ന് പറയുന്നത് അത്ര തന്നെ അതിനോട് ബന്ധപ്പെട്ട വർക്കിംഗ് ക്യാപിറ്റൽ ആയിക്കോട്ടെ, ടീം ആയിക്കോട്ടെ, ടെക്നോളജിക്കലായിക്കോട്ടെ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഫാക്ടറി ആയിക്കോട്ടെ, വർക്കിംഗ് ക്യാപിറ്റൽ ആയിക്കോട്ടെ, ഒരുപാട് ചലഞ്ചസ് മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഓരോന്നും പല ഘട്ടങ്ങളായി മാറ്റിവെച്ച് വളരെ ഒരു 10 വർഷം എടുത്ത് ആ ഒരു ജേണി കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷേ സ്റ്റിൽ ഐ വുഡ് സേ ദാറ്റ് ഈ ചലഞ്ചസ് ഒന്നും കഴിഞ്ഞിട്ടില്ല. സ്റ്റിൽ ഐ വുഡ് ഓൾവേസ് സേ ദാറ്റ് ഈ സ്കെയിലിംഗ് അപ്പ് ഇറ്റ്സ് നോട്ട് എ റേസ്, ഇറ്റ്സ് ഒരു ജേണിയാണ്. ആ ജേണിയിൽ പോയിക്കൊണ്ട് നിൽക്കുന്ന ഒരേ ഒരു സമയമാണിത്. അപ്പോൾ ആ സമയത്തിലുള്ള ഒരുപാട് ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്ത് ഇപ്പം ഇങ്ങനെ മുന്നിൽ പോയിക്കൊണ്ട് നിൽക്കുന്നത്. വണ്ടർഫുൾ. ഐ തിങ്ക് റൗണ്ട് 1 നമ്മൾ ട്രയൽസിനെ പറ്റി മാത്രം സംസാരിക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയെങ്കിലും ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദാറ്റ് ആ ട്രയൽസ് എങ്ങനെ ഓവർകം ചെയ്ത് ഒരു ട്രയംഫിലേക്ക് എത്തി എന്നുള്ളതും കൂടെ ഹാസ് ആക്ച്വലി ബീൻ കവേർഡ്. സോ ഐ തിങ്ക് റൗണ്ട് 2 നമുക്ക് വി ക്യാൻ സ്കിപ്പ് ബിക്കോസ് ഓഫ് ദാറ്റ്. ഞാൻ ഒരു മിനിറ്റ് ലെറ്റ് മീ ജസ്റ്റ് സ്പെൻഡ് ഈ ബേസ്ഡ് ഓൺ നമ്മൾ കേട്ടിട്ടുള്ള കാഴ്ചപ്പാടുകളും ആൻഡ് മൈ ഓൺ പേഴ്സണൽ ഇൻസൈറ്റ്. ഐ എം എ പാർട്ട്ണർ ഓഫ് വർമ്മ ചാർട്ടേഡ് അക്കൗണ്ടൻസ്. 90 വർഷം കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഫേമാണ്. സോ ഹാവിങ് സീൻ ദാറ്റ് the growth in the MSME sector over the last so many years with the experience which which some of us have inherited from the past, ശരിക്കും കേരളത്തിൽ it is a rich playground for business. The entrepreneurship spirit ഇവിടെ ഉള്ളത്, ആൻഡ് ഞങ്ങളുടെ ഒരു 90% of our clients are in the MSME space. അപ്പോൾ ഒരു കോടി തൊട്ട് 5000-10,000 കോടി വരെയുള്ള കേരളത്തിലുള്ള ബിസിനസ് എൻറ്റിറ്റീസ് കണ്ടതിൽ നിന്ന് our own learning is that our fundamentals should be in place. ഒരു ബഡ്ജറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ഒരു കോസ്റ്റിംഗ് സിസ്റ്റം, ഒരു പ്രൈസിങ് സിസ്റ്റം, അല്ലെങ്കിൽ ഒരു ക്യാഷ് കൺവേർഷൻ സൈക്കിൾ, ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ബിസിനസ്. വളരെ ഡീറ്റെയിൽഡായിട്ട് ഇപ്പോൾ ബാലൻസ് ഷീറ്റോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ സ്റ്റഡി ചെയ്തിട്ട് അത് അനലൈസ് ചെയ്യണം എന്നുള്ളത് ഒരു ഓൺടർപ്രണറിന് പറ്റിയെന്ന് വരില്ല. ബട്ട് യു മസ്റ്റ് ഹാവ് യുവർ ഓൺ പീപ്പിൾ. ഐദർ യു ഹാവ് എ ഫുൾ ടൈം പേഴ്സൺ ഹൂ ഇസ് ദെയർ, ഓർ ഒരു പാർട്ട് ടൈം ആയിട്ട് നിങ്ങളത് ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും. ആൻഡ് ഓൾ ദി ഇതൊരു വെറും ഒരു സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷനാണ്
ഈ P&L അക്കൗണ്ട് എന്തെങ്കിലുമൊക്കെ ടാക്സ് അടയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ന്യൂസൻസ് ആണ് എന്ന് കാണുന്ന ഒരു രീതിയാണ് പലപ്പോഴും നമ്മൾ ബിസിനസ്സുകളിൽ കാണുന്നത്. അതിപ്പോൾ എന്തൊക്കെയോ അവർ ചെയ്യുന്നുണ്ട്, കണക്കൊക്കെ ചെയ്തു, അതെല്ലാം ഓഡിറ്റർക്ക് കൊടുത്തു, ഓഡിറ്റർ ഒരു ബാലൻസ് ഷീറ്റൊക്കെ ഉണ്ടാക്കി ഫയൽ ചെയ്തു, കൊടുക്കാനുള്ള ടാക്സ് കൊടുത്തു, വല്ല സ്ക്രൂട്ടിനി നോട്ടീസ് വന്നു കഴിഞ്ഞാൽ മെനക്കേട്. ഇത്രയൊക്കെ ഇറ്റ് ഈസ് നോട്ട് സീൻ ആസ് അതിലൊരു വാല്യൂ ഉണ്ട്. ആ ദി ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടും ഒരു ബിസിനസ്സിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സൈഡ് ഓഫ് ഇറ്റ് പഠിച്ച് മനസ്സിലാക്കിയാലുള്ള ബിസിനസ്സിൽ ഉണ്ടാവാവുന്ന ഹൗ ഇറ്റ് വിൽ ഹെൽപ്പ് യു ആസ് എൻ ഓൺടർപ്രണർ ടു സ്കെയിൽ അപ്പ് എന്നുള്ളത്. ആസ് എ സ്റ്റാർട്ടപ്പ് ഇറ്റ് മേ ബി ഡിഫറെൻറ്റ്, ബിക്കോസ് ഇനീഷ്യലി നമ്മളെല്ലാവരും എങ്ങനെയെങ്കിലും ഓടി പ്രോഡക്റ്റ് ഉണ്ടാക്കി ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. ബട്ട് ഹിയർ ദ ടോപ്പിക് ഹിയർ ഇസ് സ്കെയിലിംഗ് അപ്പ്. അപ്പോൾ ഇത് സ്കെയിൽ അപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫൗണ്ടേഷൻ ഹാസ് ടു ബി സ്ട്രോങ്. സോ അത് ഒന്ന് പ്ലീസ് അറ്റൻഡ് സം കോഴ്സസ്. ഒരുപാട് ഓൺലൈൻ കോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ പല ഓഫ്ലൈൻ കോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോൺഫറൻസസ് ധനവും ഇതിപ്പോൾ ഒരു കോൺഫറൻസ് ആണ്, ഇനി അടുത്തത് ഫൈനാൻസ് കോൺഫറൻസ് വരുന്നുണ്ട്. അങ്ങനെ പല ഇവൻറ്റ്സ് ധനം നടത്തുന്നുണ്ട്, പല ബോഡീസ് നടത്തുന്നുണ്ട്. ഐ എം ഓൾസോ റെപ്രസെൻറ്റിങ് ടൈ കേരള ഹിയർ ആൻഡ് CII, FICCI, ടൈ ചേംബേഴ്സ്, ഇവിടെ തൃശ്ശൂർ ചേംബർ ഓഫ് കോമേഴ്സും തൃശ്ശൂർ മാനേജ്മെൻറ്റ് ഒരുപാട് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്, വർക്ക്ഷോപ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തും പോയിട്ട് യു ക്യാൻ ഓൾസോ റിക്വസ്റ്റ് ദം ടു ഡു എ പ്രോഗ്രാം ഫോർ യു, ഫിനാൻസ് ഫോർ നോൺ ഫിനാൻസ് പ്രൊഫഷണൽസ്, അല്ലെങ്കിൽ MSMEയിൽ മിസ്റ്റർ പ്രകാശ് ഇവിടെ ഉണ്ട്. വെരി ലേണഡ് പീപ്പിൾ ആർ ഹിയർ അറ്റ് യുവർ ഡിസ്പോസൽ. സോ പ്ലീസ് എക്വിപ്പ് യുവർ സെൽഫ്. നിങ്ങളുടെ കയ്യിൽ ആ ഒരു വെപ്പൺ വേണം ഫോർ യു ടു ലുക്ക് അറ്റ് സ്കെയിലിംഗ് അപ്പ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു മസ്റ്റ് ഹാവ് ദാറ്റ് ഒരു requisite basic knowledge. Spend some time, trust me, it is worth the time you spend. So now I'll open up ക്വിക്കായിട്ട് നമുക്കൊരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ്. പ്ലീസ് sharp to the point questions, no time at all for any statements at all. Please introduce yourself, ask a quick question. അത് ആർക്കാണ് അഡ്രസ്സ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് നമുക്കൊരു 2 ക്വസ്റ്റ്യൻ എടുത്തിട്ട് we'll sum up. We have only 7 minutes and less than 50 seconds left. So over to you. If the mic can be, ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ please raise your hand, the mic will come to you. ഹലോ, എൻ്റെ പേര് ജോയ്സ് മേരി ആൻ്റണി, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഓഫ് ലുവല വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇറ്റ്സ് ആൻ ഇൻറ്റീരിയർ ആൻഡ് ആർക്കിടെക്ചർ കമ്പനി. കേരളം മുഴുവനായിട്ട് വർക്ക് ചെയ്യുന്നു, കർണാടകയിലും വർക്ക് ചെയ്യുന്നു. എനിക്ക് 3 പേരുടെയും സ്റ്റോറി വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. പക്ഷേ ഡോക്ടർ എലവറേഷി മാമിൻ്റെ ഒരു സ്റ്റോറി കേട്ടപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ച് എന്തിലൊക്കെയോ എത്തി നിൽക്കുന്ന ഒരു വലിയ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ എനിക്കതിൽ കേട്ടപ്പോൾ തോന്നിയ ഒരു കാര്യം, 82 ലക്ഷം രൂപ കളവ് പോയെന്നും മോഹൻലാലും നരേന്ദ്രമോദിയും ക്ലയൻസ് ആണെന്നും പറഞ്ഞത് ഒരേ എക്സ്പ്രഷനോടുകൂടി ഒരേ വികാരത്തോടു കൂടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചലഞ്ചസിനെ ഒത്തിരി ഫേസ് ചെയ്ത് മുമ്പോട്ട് വന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് വന്നപ്പോൾ ഒരു സാധാരണ ഇപ്പം എന്താ പറയുക കുടിൽ വ്യവസായം പോലെയുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ചാലഞ്ചാണ് നമ്മളെ വളർത്തുന്നത്. ചാലഞ്ചില്ലെങ്കിൽ നമ്മൾ വളരില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഓരോ ചാലഞ്ചസാണ്. നമുക്ക് പാക്കേജിങ്ങിലായാലും നമ്മളെ വളർത്തുന്നതായാലും നമ്മളെ മക്കളെ വളർത്തുന്നതെല്ലാം, അതുപോലെ തന്നെ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പല രീതിയിലുള്ള ചാലഞ്ചസാണ്. ഒരു ദിവസത്തിൽ നമ്മൾ 10-25 എണ്ണമെങ്കിലും കണ്ടുപോകുണ്ടാവും. പക്ഷെ അത് ചാലഞ്ചായിട്ട് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുള്ളൂ. നമ്മൾ വളരുമ്പോൾ എന്തായാലും നമ്മളുടെ ഒപ്പം തന്നെ വളരുന്നത് തന്നെയാണ് ഈ ചാലഞ്ചസ്. അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെന്താ വെച്ചെങ്കിൽ ഈ ചാലഞ്ചസ് വരുന്ന സമയത്ത് നമ്മൾ വളർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം എൻ്റെ വീട്ടുകാർ, എൻ്റെ ഫ്രണ്ട്സ്, അതുപോലെയുള്ള ഒരു ചിന്തകളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നമുക്ക് ഇങ്ങനൊരു സ്ട്രഗിൾ വന്ന സമയത്താണ് നമുക്ക് ആരുമില്ല എന്നുള്ളത് മനസ്സിലാവണത്. ആ ഒരു മനസ്സിലാക്കുന്ന സമയത്താണ് നമ്മൾ ജനിക്കണത് തന്നെ. അതുവരെ നമ്മളൊരു വേറൊരു ജീവിയാണ് എന്ന് വെച്ചെങ്കിൽ ആ ഒഴുക്കിൻ്റെ ഒപ്പം ഇങ്ങനെ നടന്നു പോകണ ഒരാൾ. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ആവണം, നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കുന്ന സമയത്താണ് നമ്മൾ എവിടെയൊക്കെ പോകണമെന്ന് ഞാൻ തീരുമാനിക്കണത്. അങ്ങനെ ഞാൻ നല്ല സ്റ്റേജിലൊക്കെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ചിന്തയിൽ തോന്നാണ് നമുക്ക് തീരെ സമയമില്ല എന്ന് പറഞ്ഞാൽ ഒന്നിനും സമയമില്ല എന്ന് പറയുന്ന പോലെ. അപ്പോൾ എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ തന്നെ സാറേ എനിക്ക് വരാൻ സമയം ഉണ്ടാവില്ല, ഞാൻ വേണമെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ചെയ്തു തരാം എന്നാണ് പറയാറ്. അതേ സമയത്ത് എനിക്ക് ആരുമില്ല എന്ന് പറയുന്ന സമയത്ത് കളവൊക്കെ നടന്ന സമയത്ത് എന്നെ ഒരാൾക്കറിയില്ല,
ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി അറിയില്ല, ഒരു കോടതിയെ പോയി അറിയില്ല. അങ്ങനെ ഒന്നും അറിയാണ്ടായപ്പോഴാണ് ഞാൻ തീരുമാനിക്കുകയാണ്, വ്യാപാരി വ്യവസായിയിൽ പോയി ചെന്ന് ചേരാണ്, ബേക്കേഴ്സ് അസോസിയേഷനിൽ പോയി ചേരാണ്. അങ്ങനെ എല്ലാ സ്ഥലത്തും ഇപ്പം ഞാനില്ലാത്ത ഗ്രൂപ്പുകൾ ഉണ്ടാവില്ല, BNI, പല പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ ചെന്ന് അങ്ങോട്ട് ചേർന്നിട്ട് നമ്മളെ നെറ്റ്വർക്ക് വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് എന്നെ 4 ആൾ അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത് നെറ്റ്വർക്കാണ്. പിന്നെ നമ്മൾക്ക് കുറേ കഴിവുകളില്ലാത്തതുണ്ട്. അതായത് എനിക്ക് കുറേ പണികൾ എടുക്കാൻ അറിയാം, നല്ല സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ഇതിനെങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മളെങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊടുക്കണം, അതുപോലെ തന്നെ എന്താ പറയുക, എക്സ്പോർട്ട് എങ്ങനെ ചെയ്യണം, പല കാര്യങ്ങളും എനിക്ക് അറിയാത്തതുണ്ട്. അറിയാത്ത സ്ഥലങ്ങളിലേക്ക് അറിവുള്ളവരെ വയ്ക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കീഴിൽ 140 പേരുണ്ട് വർക്ക് ചെയ്യണവർ. ഈ 140 പേരും എനിക്ക് കാണാൻ വരെ പറ്റില്ല, അറിയാലോ. അതേ സമയത്ത് അതിൻ്റെ ലെവൽ സൂപ്പർവൈസർമാർ, മാനേജർമാർ അങ്ങനെയൊക്കെ വന്നതിന് ശേഷം അവരെന്താ ചെയ്യണതെന്ന് അപ്പം നമുക്ക് അറിയാവുന്ന രീതിയിൽ ഇപ്പോഴത്തെ CRM എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ആവണയിലേക്ക് നമ്മൾ തയ്യാറാവുക എന്നുള്ളത്. ആദ്യം ഇതിനൊറ്റ സ്റ്റെപ്പുള്ളൂ, നമ്മൾ വളരുക, നമ്മളെ വളർത്തുക എന്നുള്ളത് മാത്രം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഡയാന ജോർജ്. ഓക്കെ, എനിക്ക് നിങ്ങളോട് 4 പേരോടും കൂടിയാണ് ചോദിക്കാനുള്ളത്. ഞാനൊരു 20 ഇയേഴ്സായിട്ട് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ എബ്രോഡിൽ നിന്ന് കേരളത്തിൽ വന്ന് ഒരു സ്ഥാപനം തുടങ്ങാനുള്ള ഫോർമേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എത്രയും എളുപ്പത്തിൽ എങ്ങനെ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കാം, ഇതാണ് എൻ്റെ ചോദ്യം. എനിക്ക് 4 പേർക്കും ആരെങ്കിലും. ഞാനൊരു കാര്യം ചെയ്യാം, 2 മിനിറ്റിലേ ഉള്ളൂ. സോ ഓൺ ബിഹാഫ് ഓഫ് ദ പാനൽ ഞാൻ ആ ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, ഇപ്പം ഇളവേശി മാഡം പറഞ്ഞതാണ്, യുവർ നെറ്റ്വർക്ക് ഇസ് യുവർ നെറ്റ്വർത്ത് എന്ന് നമ്മൾ ഒരു ക്യാപ്ഷൻ സൗണ്ട്സ് വെരി ഫാൻസി, പക്ഷെ അതൊരു ഫാക്റ്റാണത്. സോ യു നീഡ് ടു ബി സീൻ, യു നീഡ് ടു ബി ഹേർഡ് എന്നുള്ളതിൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു കയ്യിലൊരു പ്രോഡക്റ്റ് ഉണ്ട്, വി വോണ്ട് ടു സെൽ സംതിങ് ഓർ വി ഹാവ് എ സർവീസ് വിച്ച് വി വോണ്ട് ടു മാർക്കറ്റ് തന്നെ, യു നീഡ് ടു ബി സീൻ, യു നീഡ് ടു ബി ഹേർഡ്. വളരെ ഒരു എഗ്രസീവായിട്ട് നമ്മൾ എല്ലായിടത്തും നടന്ന് ഡോണ്ട് ട്രൈ ടു സെൽ യുവർ സെൽഫ്, ബി എ ലിറ്റിൽ സട്ടിൽ ബട്ട് ലെറ്റ് ദ മെസ്സേജ് ഗോ അക്രോസ് ദാറ്റ് ഐ എം അവൈലബിൾ ഫോർ യു. ഇപ്പോൾ മാഡത്തിൻ്റെ ഇത് പറഞ്ഞു, ഇപ്പോൾ നമ്മൾ വേറെ ഒരു വി സി എ പ്രോഡക്റ്റ് വി വിൽ ഗോ. സിമിലർലി നമ്മുടെ മനസ്സിലിപ്പോൾ ഇഫ് വി ആർ തിങ്കിങ് അബൌട്ട് ആർക്കെങ്കിലും ഒരാൾക്കൊരു മെഡിക്കൽ റിക്വയർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വി വിൽ സി വെദർ ഡോക്ടർ സാറ് ക്യാൻ അക്കോമഡേറ്റ് വൺ ഓഫ് ആർ അവിടെ ഒരു അവൈലബിൾ ആയിട്ട് സ്പേസ് ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ത്രൂ യുവർ വേർഡ് ഓഫ് മൗത്ത് ഇനീഷ്യലി ഒന്ന് യു മേ നീഡ് ടു എസ്റ്റാബ്ലിഷ്, ബട്ട് ബിയോണ്ട് ദാറ്റ് it is word of mouth. തുടങ്ങിയ സമയത്ത് കെൻസ തുടങ്ങിയപ്പോൾ his father would have had a more difficult time having to go and meet people and create a market. The challenge which Shahad is facing is much bigger today. ഇന്നിപ്പോൾ 1000 കോടി എത്തി. അപ്പോൾ 10 ലക്ഷത്തിൽ നിന്ന് 1 കോടി ആക്കണ ഒരു ചാലഞ്ച് ആയിരുന്നിട്ടുണ്ടാവും ഫോർ ഹിസ് ഫാദർ. ബട്ട് ഇതിപ്പോൾ ഇനി 1000 കോടിയിൽ നിന്ന് 10000 കോടി എങ്ങനെ ആക്കാന്നുള്ളതാണ് ഹിസ് ചാലഞ്ച്. ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ചാലഞ്ച്. സോ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ഹാവിങ് ദ റൈറ്റ് അപ്രോച്ച് ഫോർ ഇറ്റ്. അതിനൊരു പിച്ച് ഡെക്ക് ഉണ്ടാക്കണം, അതിനുള്ള there are forums for it. ഇപ്പോൾ സിൻസ് ഐ എം റെപ്രസെൻറ്റിംഗ് ടൈ കേരള, ലെറ്റ് മി ടെൽ യു, ഒരു കേരള ഏഞ്ചൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ഫോറം ഉണ്ട്. യു ക്യാൻ ക്രിയേറ്റ് എ പിച്ച് ഡെക്ക് ആൻഡ് യു ക്യാൻ മേക്ക് എ പിച്ച് അറ്റ് കേരള ഏഞ്ചൽ നെറ്റ്വർക്ക്. Similarly, there are many options now where you have angel investors who are available. Participate in pitch competitions. ഒരുപാട് ഓർഗനൈസേഷൻസ് ആർ ഓർഗനൈസിങ് pitchathons and hackathons and all of that. So അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, and over a period of time you will certainly have that. I just want to add one thing. Please. Since you asked all of us. See, I find among the youngsters that there is an aggressive search for investors. And what I want to, from my journey personally, and maybe I am the least qualified to say this, but I would say the right question to ask is aggressively find a problem that people are willing to pay money to solve. That should be our search. What pain point are we solving? What a lot of products are there, a lot of pitching is happening, but really speaking, this is I think it's more of a mafia now, an investor mafia, than actually solving problems, which is where the MSME sector comes in, where there is an actual customer buying actual chips, and there is an actual customer buying actual steel, and we have actual customers. So find your target customer, do your do something that aggressively solves a problem that they are willing to pay money for.
then your investor will come. I'll give you my own story in terms of I never went searching for an investor, but recently, like madam said, I have joined networks, whether it is the women entrepreneur network that we have in Kochi. I also joined a training. Quantum Leap is a company based out of Bangalore, and they are Rajiv Talreja. He is my coach. And what I have found is, as we develop the business, somebody in Thrissur attended a wedding and somebody talked about me to an investor in Bombay who took a flight from Bombay, came to my institution, and now is willing to fund. So find an aggressive problem to solve. All the speakers have spoken from their heart, and on behalf of the panel, let me thank Dhanam, and on behalf of Dhanam, let me thank all the panelists. So thank you all very much. Thank you.